ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഓപ്പണപ്പ് ആകാൻ പാടില്ല. അങ്ങനെ ഓപ്പണപ്പ് ആയതുകൊണ്ട് എനിക്ക് കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതെൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു ഭയങ്കര ഇപ്പം ഈ പറഞ്ഞ കൂട്ടുകാർ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ചില സമയത്ത് ഇവരായിരിക്കില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ഇവരുടെ അടുത്ത് എല്ലാം പറയുന്നു, ഇവരുടെ അടുത്ത് എല്ലാം സേഫായിട്ടായിരിക്കുന്നു. ഒരിക്കലുമില്ല. നമ്മളെ കാര്യം മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് മനസ്സിലായി. എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നമ്മളറിയാതെ വേറെ അടുത്ത് പോയി പറയും. പക്ഷേ നമ്മൾ പറയുന്ന രീതിയിലായിരിക്കില്ല അത് പറഞ്ഞിട്ടുണ്ടാവുക, അത് വേറെ രീതിയിലേക്ക് പോയിണ്ടാവുക. പിന്നെ നമ്മൾ വിചാരിക്കില്ല ഇവൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, ഇവനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ ആയിരിക്കില്ല. അവന് ആവശ്യങ്ങൾക്ക് ഇപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ കൂട്ടുകാരന്മാർ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ട്രസ്റ്റ് ചെയ്ത എൻ്റെ കുറേ ഫ്രണ്ട്സ്, അവർ വിചാരിക്കും, നമ്മൾ വിചാരിക്കും അവർ നമ്മുടെ ബെസ്റ്റാണ്. പക്ഷെ അവർക്ക് നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് മാത്രമായിരിക്കുള്ളൂ. അങ്ങനൊരു സംഭവം എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. അത് നമുക്ക് സംഭവിച്ചോളം ഭയങ്കര വിഷമമുള്ള. ഇപ്പം ഞാൻ എൻ്റെ സർക്കിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫിൽട്ടറാണ്. എനിക്കിപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല. എൻ്റെ കുറേ പണ്ട് ഞാൻ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് ഫസ്റ്റ് പറഞ്ഞ ഇൻ്റർവ്യൂവിൽ എൻ്റെ ആദ്യ ഇൻ്റർവ്യൂ എൻ്റെ ഫ്രണ്ട്സാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഞാൻ ആ സമയത്ത് വിചാരിച്ചു എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും എൻ്റെ എല്ലാം ഒന്ന്. പക്ഷേ എനിക്ക് നല്ല ഫ്രണ്ട്സും ഉണ്ട്. പക്ഷേ ഞാനതൊന്ന് ഫിൽട്ടേഡ് ആക്കി. അപ്പം എല്ലാവരും ശരിക്കും അങ്ങനെ ആവണം എന്നാണ് പറഞ്ഞത്. കാരണം എല്ലാം നമ്മളൊന്നും തുറന്നു പറയാതിരിക്കുക ആൾക്കാരുടെ അടുത്ത്. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളിൽ തന്നെ വെക്കുക. എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ തിരിച്ചടി കിട്ടുകയും ചെയ്യും.